എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആയുഷ് എന്താ ഇവിടെ പെട്ടെന്ന്? ഞാൻ ഇന്ന് എന്റെ ഭാര്യയുടെ ഒപ്പം കഴിക്കാൻ വന്ന. എന്റെ ഒപ്പോ? അതൊക്കെ ശരിയാവോ? ഇവിടത്തെ ആൾക്കാർക്ക് നമ്മളെ പറ്റിയൊന്നും അറിയില്ലല്ലോ. പിന്നെ ഒരു ദിവസം നമ്മളെ കല്യാണം കഴിക്കുമ്പോ അവരൊന്നും അറിയാണ്ടിരിക്കൂലല്ലോ. അപ്പൊ ഇപ്പൊ തന്നെ അറിയുന്നല്ലേ നല്ലത്. അല്ല, അതല്ല ഞാൻ പറഞ്ഞേ. ഇനി ഒന്നുമില്ല, ഞാൻ ദേ നല്ല ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതും കഴിച്ചേ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് അതങ്ങനെയേ വരൂ, ഞാനല്ല ഉണ്ടാക്കിയേ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇന്ന് എൻ്റെ ഒപ്പം ഒന്ന് വീട് വരെ വന്നു. അവിടെ ചെന്നിട്ട് സർപ്രൈസ് ആയിട്ട് പറയാം. വരാം. കഴിഞ്ഞില്ലേ ഇതുവരെ? നമുക്ക് പോയാലോ? സമയായി. ഇപ്പൊ തീരും, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യ്. നീ ഇങ്ങ് വന്നേ, അതൊക്കെ ഞാൻ ചെയ്തോളാം. അവിടെ ഇട് പെണ്ണെ അങ്ങോട്ട്. ഈ ആയുഷിനെ കൊണ്ട്. ഞാൻ വരാം, വാ പോവാ. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടല്ലോ അല്ലേ? എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഓക്കെ, വണ്ടി എടുത്തോ, ഞാൻ റെഡിയാ. എന്റെ അമ്മ, ഇതിന് ബംഗ്ലാവോ? എന്ത് പറ്റി? എന്റെ വീട് കണ്ട് ഞെട്ടിപ്പോയോ? വാ. പിന്നെ ഒട്ടും ഞെട്ടിയില്ല. വാ, ഇനി അകത്ത് പോയിട്ട് എന്റെ മാതാശ്രീനെ കാണും. ശ്രീ, ശ്രീ എവിടെയാ ശ്രീ? ആ, ഇവിടെ നിപ്പുണ്ടായിരുന്നു. ആഹാ, ഇതാരെന്റെ മോനോ? നീ എന്ത് ഇത്ര നേരത്തെ? അല്ല, ഇതേതേ കുട്ടി? ഞാൻ സാറിന്റെ പിയ. അമ്മ എന്നോട് എപ്പോഴും ചോദിക്കാറില്ലേ ഞാൻ എപ്പോഴാവും കെട്ടണേന്ന്. ദേ ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇതാണ് ഞാൻ കെട്ടാൻ പോണ കുട്ടി. ഞാൻ ചെറുതായിട്ട് ഒരു ലവിലൊക്കെ ആയിരുന്നു. എന്റെ ഈശോയെ, ഇവന്റെ നാണം നോക്കി. പോ അമ്മേ, ഞാൻ ഉള്ളത് തന്നെയാ പറഞ്ഞ, എന്നെ കളിയാക്കല്ലേ. അതൊക്കെ എനിക്ക് മനസ്സിലായടാ, പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റണ്ടേ. ഏത് യൂണിവേഴ്സിലാടാ ഞാൻ? അയ്യോ, ഇച്ചാനിങ് ഒന്ന് വന്നേച്ചായ. എന്താടി, എന്തിനാ വിളിച്ചേ? അല്ല ഇതാര്? മോനോ? അല്ല ഇതേതീ കുട്ടി? ഹലോ അപ്പാ, ഇതാ ഞാൻ കെട്ടാൻ പോണ കുട്ടി. എങ്ങനെയുണ്ട്? ആ സ്ത്രീ, ഇന്ന് വല്ല ഏപ്രിൽ ഫൂൾ ആണോ എന്നെടുത്ത് നോക്കിയേ? ഒന്നും പറയാൻ പറ്റില്ല. പൊട്ടനാണോ? ഇത് സെപ്റ്റംബർ അല്ലേ? അല്ല, ആ സെപ്റ്റംബർ എങ്കിലും ഒന്ന് എടുത്ത് നോക്ക്. സെപ്റ്റംബർ വല്ല ഫൂളും ഉണ്ടോടെ? അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞത് എന്നെ കെട്ടാൻ പോണ പെണ്ണാ. ഇതൊക്കെ എപ്പോ എന്നാലും അത് പോട്ടെ. എന്റെ പൊന്നുമോളിന്ന് വന്നേ. ആര് മരുമകളായാലും കുഴപ്പമില്ല, ഇവനൊന്ന് കെട്ടിയില്ല, അത് മതി. എത്ര പുറകെ നടന്നു ഇവന്റെ. എന്നിട്ടിപ്പൊ സൂര്യൻ ചന്തിക്ക് വന്ന് അടിച്ചപ്പോ അവൻ ഓർമ്മ വന്നു. എനിക്കൊരു മോള് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ രണ്ടാമത് ഈ ജന്തു ജനിച്ചല്ലോ, പിന്നെ എവിടെ നിന്ന് കൊച്ചുണ്ടാവാൻ. പിന്നെ ഞങ്ങൾ അങ്ങ് നിർത്തി. എന്തായാലും മരുമകളായിട്ടെങ്കിലും ഞങ്ങൾക്കൊരു മോളെ കിട്ടണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. പക്ഷേ ഈ പൊട്ടൻ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കി തന്നില്ല. ഇപ്പതാ വിളിച്ചുകൊണ്ട് വന്നേക്കുന്നു. എന്തായാലും എനിക്ക് മോളെ കിട്ടിയില്ല, അത് മതി. ബാ. അമ്മേ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. മോൾ ഏതാ ജാതിന്നോ മതന്നോ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ഞാനും ഇച്ചായനും തന്നെ കെട്ടിയത് വേറെ വേറെ ഇതായിട്ടാണ്. ഇച്ചായൻ വന്നിട്ട് ഹിന്ദുവാണ്, ഞാൻ വന്നിട്ട് ക്രിസ്ത്യനാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ആചാരമൊന്നുമില്ല. മോളെന്തായാലും ഇങ്ങോട്ട് കയറി വാ. പിന്നെ മോളെന്നെ സ്വന്തം അമ്മയായിട്ട് കണ്ടാൽ മതി കേട്ടോ. എപ്പോൾ വേണേലും മോൾക്ക് മോളുടെ വീട്ടിൽ പോവാം. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല. എന്നെ അമ്മേന്ന് വിളിച്ചാൽ മതി. അമ്മ, ഉറപ്പായിട്ടും.
എന്നാ പിന്നെ മാതാശ്രീ ഞങ്ങളിന്ന് മേളിൽ പോയിട്ട് വരാം. ഇവിടെ ഞാൻ റൂമൊന്നും കാണിച്ചു കൊടുത്തല്ല, അപ്പൊ അതൊന്ന് കാണിച്ചിട്ട് വരാം. ആ ശരി ശരി. പിന്നെ എൻ്റെ കൊച്ചിനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടു തന്നേക്കണം കേട്ടല്ലോ. അവളുടെ അടുത്ത് എനിക്ക് കുറെ കാര്യം പറയാനുള്ളതാ. ഓ കൊണ്ടു തന്നേക്കാമേ. വാവ്, ഈ റൂം മൊത്തം ഡാർക്കാണല്ലോ, പക്ഷെ ഭംഗിയുണ്ട്. ഭംഗിയൊക്കെ പിന്നെ കാണാം, ഒന്ന് വാ ഇങ്ങോട്ട്. എന്റെ പൊണ്ടാട്ടിനെ ഒന്ന് ഒറ്റക്കിട്ടാ ഞാൻ എന്തൊരു കഷ്ടപ്പെട്ടു എന്നറിയോ. അതിനെങ്ങനെ ഇങ്ങനെ അടുത്തേക്കൊക്കെ വരുന്നേ? അമ്മ എങ്ങാനും കണ്ട നമുക്ക് പോയാലോ? അവിടെ നിൽക്കണി. പിള്ളേരെ ചായ റെഡി, വാ. ഇതെന്താ ഇവിടെ നടക്കണ? എന്താടാ മോനെ ഇത്? അത്യാവശ്യം ബുദ്ധി പോലില്ലാത്ത ചെറുക്കനായി പോയല്ലോ. അന്ന് അടച്ചെങ്കിലും ഇട്ടൂടെ വാതില് നിനക്ക്? വാ, ചായ എടുത്ത് വച്ചിട്ടുണ്ട്, എന്നിട്ട് എന്താന്ന് വെച്ചാ കാണിക്കും. വരുവാ. ഞാൻ പോ, അങ്ങ് വന്നോളണം. അതെനിക്ക് ബാക്കി കിട്ടിയില്ല. അമ്മയുടെ മുമ്പിൽ നാട്ടിച്ചാൻ പോരായിട്ട് മര്യാദക്ക് വരുന്നുണ്ടോ? ബാക്കി പിന്നെ. പക്ഷെ എന്റെ ബുദ്ധിബോധാണ് നീ കാണിച്ചത്. അറ്റ്ലീസ്റ്റ് എനിക്ക് വാലെങ്കിൽ ഇടയ്ക്കായിരുന്നു. എങ്ങനെയുണ്ട് ഡ്രസ്? Stunning like a princess. ഇതെന്ത് കാണിക്കുന്നേ? I don't know, Sarah. എനിക്ക് എന്ത് ഫീലിങ്സാണ് വരുന്നതെന്ന്. ബട്ട് യു ആർ ടു മച്ച് സ്പെഷ്യൽ ഫോർ മീ. പ്ലീസ് ഡോണ്ട് ലീവ് മീ. എനിക്കറിയില്ല, എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു പിന്നെ എനിക്ക് നഷ്ടമാവുന്നു. പക്ഷേ എന്ത് വില കൊടുത്തവർ ഞാൻ നിന്നെ തിരിച്ചു പിടിക്കും. നിന്നെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല. അറിയില്ല, നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഒന്നിച്ചുകൊണ്ടായിരിക്കും. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഫീൽ ചെയ്യേണ്ടതെന്ന്. ബട്ട് ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. എനിക്ക് ഇങ്ങനെ കരയില്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല, പ്രോമിസ്. ഓക്കെ.
വിച്ചു